കണക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തോളൂ. താങ്ക് യു. ഓഡിബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണ് സർ. ഓഡിബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഹായ് ഓൾ, എൻ്റെ പേര് ആസിഫ്. ഞാൻ കണക്ട് ആയിരിക്കുന്നത് കേരള കൊല്ലത്ത് നിന്നാണ്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സംസാരിക്കാമെന്ന് കരുതിയാണ് ഞാനൊന്ന് നോക്കുന്നത്. ഗോപിക ഒന്ന് പിൻ ചെയ്യാമോ? എന്നെ ഒന്ന് പിൻ ചെയ്യാൻ കഴിയുമോ? എന്താണ്? എന്നെ ഒന്ന് പിൻ ചെയ്യാൻ കഴിയുമെന്ന് വിൻഡോയിലേക്ക് പിൻ ചെയ്യുക. ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഒറ്റ സെക്കൻഡ് കൂടി. ഓക്കെ, ഇപ്പൊ ഞാനടക്കം എല്ലാവരെയും ഇപ്പൊ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹായ് മൻസാർ, എൻ്റെ പേര് അബ്ദുൾ റസാഖ് സാർ, ഗോപിക, ഷെനിം റാക്കിൾ, ബഷീർ. ഓക്കെ, ഇത്ര പേരാണ് വീഡിയോ ഓൺ ആയിട്ടുള്ളത്. ഓക്കെ, എനിവേ കൺഗ്രാറ്റുലേഷൻസ്. പരമാവധി വീഡിയോ ഓണാക്കി ഇരിക്കാൻ കഴിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഓണാക്കിയിരിക്കുക. കാര്യം നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്നുള്ളതെല്ലാം നമുക്ക് കിട്ടുന്ന പറയുന്നത് പോലെ വീഡിയോ ഓണായിട്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ എന്നെയും കാണുമ്പോൾ ഹായ്, വെരി ഗുഡ് ഉണ്ണികൃഷ്ണ സാർ. ഓണായിട്ടിരിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താവും? മാക്സിമം നല്ല പവർഫുൾ ആയിരിക്കും. ഞാൻ എന്താണ് നിങ്ങൾക്ക് പറയുന്നത് ആ കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയും? അട്രാക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, എനിവേ കൺഗ്രാറ്റുലേഷൻസ് ഓൾ. ഓക്കെ, ഞാൻ ഇന്ന് സംസാരിക്കാൻ വെച്ചിരിക്കുന്നത് വെച്ചാല് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പൊ നമ്മളിന്നൊരു പോളിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഹെൽത്തിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് വന്നിരിക്കുന്നത്. ഞാനത് ഊഹിച്ചിരുന്നു അത് തന്നെ ആയിരിക്കും വരാൻ കാര്യം. മനുഷ്യനെല്ലാവർക്കും പ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാന പ്രശ്നം ഹെൽത്ത് തന്നെയാണ്. അതിന് പ്രായമൊന്നുമില്ല, ജെൻഡേഴ്സ് ഇല്ല, ഒന്നിലൊരു വ്യത്യാസമില്ല. സ്വാഭാവികമായിട്ട് അത് അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവും അല്ലെ? അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ നിങ്ങളിപ്പോ കാണുന്നവരടുത്താണ് എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുക. ബാക്കിയുള്ളവർ അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുക? ഒന്ന് ഫോളോ ചെയ്താൽ വളരെ നന്നായിരിക്കും. ഒന്ന് നടുവൊക്കെ നോത്തിരുന്നിട്ട് നടുവൊക്കെ നോത്തിരുന്ന് പറ്റുമെങ്കിൽ നമ്മൾ ഫോൺ അവിടെ തന്നെ വെച്ചിരിക്കുന്നു. ഓക്കെ, ഫോണൊക്കെ അവിടെ നിന്ന് വെക്കുക. നടന്ന് ഒത്തിരുന്നിട്ടൊന്ന് എന്ത് ചെയ്യാം? നന്നായിട്ടൊന്ന് എന്ത് ചെയ്യാം? ബ്രീത്ത് ചെയ്യാം. പറ്റുമെങ്കിൽ ഇതേ ഈ നമ്മുടെ ഫിംഗർ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇടത്തെ മൂക്ക് ഇതാക്കുകയാണെങ്കിൽ വലത്തെ മൂക്കിലോട്ട് ശ്വാസം എടുക്കുക. നമ്മള് നെക്സ്റ്റ് ഇതിലൂടെ എന്ത് ചെയ്യാം? ബ്രീത്ത് ഔട്ട് ചെയ്യാം. അപ്പൊ ഒരു 5 ടൈംസ് ചെയ്തിട്ടുണ്ടാവല്ലേ നമ്മള്? ദിവസം രാവിലെ എണീറ്റതിന് ശേഷം ഫസ്റ്റ് ഇതങ്ങോട്ട് ചെയ്യാം. കാരണം രാത്രി നമ്മളെല്ലാവരും ഉറങ്ങി കിടക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആയിരിക്കും ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കുക. ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ തലേ ദിവസം കണ്ട കാര്യങ്ങളുണ്ടല്ലോ, കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് പറയുന്നത് കേട്ടിട്ടില്ലേ? ഉറക്കം കുറയുന്നവരുടെ ഓർമ്മശക്തി കുറയുന്ന പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോ നമ്മൾ ബ്രെയിനിനെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. നമ്മൾ അതിന് ശേഷം എന്ത് ചെയ്യാന്നറിയോ? നമ്മൾ ആ 2 കൈ ഉണ്ടല്ലോ, ഒന്ന് തിരുമ്മി നന്നായിട്ടൊന്ന് തിരുമ്മി ചൂടാക്കുക. തിരുമ്മി ചൂടാക്കിയിട്ട് എന്ത് ചെയ്യാം?
മുഖത്തൊന്ന് വയ്ക്കുക. കണ്ണിന്റെ പോർഷൻസ് എല്ലാം ചെയ്യുക. നമ്മുടെ ഈ പെടലിയുടെ ഭാഗത്ത് എല്ലായിടത്തും എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ടൊന്ന് തുടങ്ങി കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ആൾക്കാരില്ലേ, പറ്റെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, വണ്ണം ചെക്ക് ചെയ്യുക. നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇപ്പോഴും നിങ്ങളുടെ എനർജി എങ്ങനെയാണ് മാറിണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് എങ്ങനെയാണ്, പ്രസൻസ് ഓഫ് മൈൻഡ് എങ്ങനെയാണ് മാറിണ്ടാവുക എന്ന് ഒന്ന് ഇത് ചെയ്യുക. ചേഞ്ച് ആയിട്ടില്ലേ? ഒന്നുകൂടെ ആക്റ്റീവ് ആയിട്ടില്ല നിങ്ങൾ? ചേഞ്ച് ആയിട്ടുണ്ട്. ഇതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ എണീറ്റ് ഇതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആവും. അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നോർമലി വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറേ ടൈം എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് സ്മൈൽ ആയിട്ടിരിക്കുക. നല്ലൊരു സ്മൈല് കൊടുക്കുക. സ്മൈല് നല്ലതാണ്. നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ തന്നെ സ്മൈൽ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടും. ഓക്കെ ഓക്കെ ദെൻ ഞാന് എന്താണ് ഹെൽത്ത് പരമായിട്ട് എൻ്റെ അടുപ്പം എന്താണെന്ന് വെച്ചാൽ ഷോർട്ടായിട്ട് ഞാൻ പറയാം. ഞാനൊരു അത്ലറ്റ് ആയിരുന്നു. +2 കാലം വരെ ആയിരുന്നു എൻ്റെ ഒരു എന്താണ് പറയാ, ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയാം. അതിനുശേഷം എന്തായി, ഡിഗ്രിക്കൊക്കെ പോയതിനു ശേഷം ഫ്രണ്ട്സുമായിട്ടൊക്കെ കൂടി ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത്ലറ്റിക്സിലോട്ടൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും പതുക്കെ അസുഖങ്ങൾ വരാൻ തുടങ്ങി. സൈനസൈറ്റിസ് ആൻഡ് മൈഗ്രെയിൻ സിവിയർ ആയിരുന്നു, ഭയങ്കര പ്രശ്നമാണ്. അപ്പോ വേണമെന്നുണ്ടെങ്കിൽ രാത്രി വൈകുന്നേരം ഒക്കെ കളിച്ചിട്ടൊക്കെ വന്നിട്ട് തലയും കുളിച്ചിട്ട് തല തോർത്താതെ ഉണ്ടെങ്കിൽ എനിക്ക് കിടന്നുറങ്ങാം. എനിക്ക് അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാറില്ല. പക്ഷെ അടുത്ത ജില്ലയിൽ മഴ ഉണ്ടെന്ന് കേട്ടാൽ പോലും എനിക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, പനി വരാൻ തുടങ്ങി, നീസിങ് തുടങ്ങി, പനി വരാൻ തുടങ്ങി. അങ്ങനെ ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം വരാൻ തുടങ്ങി. പനി സ്ഥിരം പനിയാണ്. കോളേജിൽ പോകണ്ടായിരുന്നില്ല. കോളേജ് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കൂളിൽ എന്താണ് ജോബ് കാര്യങ്ങളിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ തടി ഏകദേശം ഒരു 22 കിലോ വെയിറ്റ് കൂടി. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ തുടങ്ങി. വെയിറ്റ് കുറയ്ക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു ഹെൽത്തി കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ ഞാൻ ജോയിൻ ചെയ്തു. ശേഷം എൻ്റെ വെയിറ്റ് കുറഞ്ഞു, എൻ്റെ അസുഖങ്ങളെല്ലാം മാറി. ഞാൻ ഹെൽത്തിന് വേണ്ടി ടൈം കണ്ടെത്താൻ തുടങ്ങി. അതിനുശേഷമാണ് എനിക്ക് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഇപ്പൊ നിങ്ങൾ അടുത്ത് ഇപ്പൊ ഈ സമയത്തൊക്കെ എണീക്കാൻ പറ്റിയത് തന്നെ എന്താണ്, അങ്ങനെ ഹെൽത്ത് ഞാൻ വീണ്ടെടുത്തതിന് ശേഷമാണ്. ഞാനിപ്പോ ഒരു വെൽനസ് കോച്ച് കൂടിയാണ്. അതായത് ഹെൽത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു. അതിന്റെ ബേസിസിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, രാകേഷ് ജിൻജിൻവാല എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കൈ ഇങ്ങനെ പൊക്കിയാലും മതി, അല്ലെങ്കിൽ വണ്ണെന്ന് ടൈപ്പ് ചെയ്താൽ. രാകേഷ് ജിൻജിൻവാല അറിയോ? സൗണ്ട് വോയിസ് പക്ഷേ സാർ വോയിസ് എന്താ കറക്റ്റ് ആവുന്നില്ല. ആളിനെ അറിയാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ 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 ഇന്ത്യയിലെ വലിയൊരു ഇൻവെസ്റ്റർ ആണ്. 35,000 കോടി ആസ്തിയൊക്കെ ഉള്ളൊരു ആളാണ്. ആള് ഒരു ട്രേഡറാണ്. അതായത് നമ്മൾ ട്രേഡിംഗ് മേഖലയിൽ അവസാന വാക്കെന്ന് പറയണത് നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോ പുള്ളിയുടെ അവസാനം ഇറങ്ങിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അവസാന കാലത്ത്. പുള്ളി പറയുന്നൊരു കാര്യം, ഞാൻ ലോകത്ത് എല്ലായിടത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ ഹെൽത്തിന്റെ കാര്യത്തിൽ ഒഴിച്ചെന്ന് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്. പുള്ളിയുടെ ഫോട്ടോ ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നല്ല തടിയുള്ള ഒരാളാണ്. മുഴുവൻ നേരവും പുള്ളി ബിസിനസ് കാര്യത്തിനകത്തും ട്രേഡിങ്ങിലോട്ടൊക്കെ ഫോക്കസ് കൊടുത്തിരുന്ന ആളായിരുന്നു. ജീവിതം അതിനായിട്ട് ഒഴിഞ്ഞു വെച്ചിരുന്ന ആളാണ്. അവസാന കാലം അദ്ദേഹത്തിന് തീരെ പറ്റാതിരുന്നു. അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ
അതിനകത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കണ്ട. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കി പറഞ്ഞ മനസ്സിലാവും. 35,000 കോടി രൂപ ആസ്തിയുള്ള ഒരാൾ പറഞ്ഞ വേർഡാണ്. ഞാൻ ലോകത്തെല്ലായിടത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്വന്തം ഹെൽത്തിന് മാത്രം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് 2 or 3 ജിമ്മ് വീട്ടിനകത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേണമെങ്കിൽ പുള്ളിക്കായിട്ട് വേണമെങ്കിൽ തുടങ്ങാമായിരുന്നു. പക്ഷെ അതൊന്നും എന്ത് ചെയ്തില്ല, പുള്ളിയുടെ പൈസയോ അദ്ദേഹത്തിന്റെ പൈസ ഒന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടില്ല. അപ്പോ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് ഹെൽത്ത്? ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് പറയാമോ? ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് പറയാമോ? മാനസികമായും ശാരീരികമായും സാമൂഹികമായും നമുക്ക് കിട്ടുന്ന ഒരു എനർജി, ആരോഗ്യം. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുക്കുക. നമ്മൾ ക്ലാപ്പ് കൊടുക്കാനുള്ള സമയത്ത് എന്ത് ചെയ്യുക, ക്ലാപ്പ് കൊടുക്കുക കേട്ടോ. എന്താണെന്നറിയോ, അപ്രിസിയേഷൻ കൊടുക്കുക, അപ്രിസിയേഷൻ വാങ്ങിക്കുക. നിങ്ങൾ അപ്രിഷിയേറ്റ് ഒരാൾക്ക് നമ്മളൊരു കയ്യടി കൊടുക്കുമ്പോൾ അത് ഫസ്റ്റ് ഫീൽ ചെയ്യുന്ന ആരാണ്? നമ്മളാണ്, നമ്മുടെ ഓർഗൻസ് ആണ്, നമ്മുടെ മനസ്സാണ്. അപ്പോ എന്തായിരുന്നാലും അത് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ആളിനേക്കാളും മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അപ്രിസിയേഷൻ നമുക്ക് സ്വന്തം ശരീരത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എടുക്കുക. വെരി ഗുഡ്, നല്ലൊരു പോയിന്റ് ആണ്. വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ എന്തെങ്കിലും ഒരു പോയിന്റ്? എന്താണ് ഹെൽത്ത്? വാട്ട് ഈസ് ഹെൽത്ത്? Physical, mental, spiritual well-being. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു കൈയ്യോടെ എടുക്കുക. അടുത്തൊരു പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സാർ എന്തെങ്കിലും? വളരെ സ്മൈലി ഫേസിൽ ഇരിക്കുന്നു, നിങ്ങളെ കാണുമ്പോൾ വളരെ പോസിറ്റിവിറ്റി തോന്നുന്നുണ്ട്, പറഞ്ഞോളൂ. താങ്ക് യു സർ, താങ്ക് യു ഫോർ ദ കമന്റ്സ്. ഓക്കെ, അതെ, ഈ പറഞ്ഞത് തന്നെ പറയാനുള്ളത്, മാനസികമായും ശാരീരികമായിട്ടും സ്പിരിച്വലായിട്ടും സാമൂഹികപരമായിട്ടുള്ള ഒരു സുഖമായിട്ടിരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ലൊരു പോയിന്റ് ആണ്, നല്ലൊരു പോയിന്റ്. വെരി ഗുഡ്. ഓക്കെ, ഒരു ക്ലാപ്പ് കൊടുക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? കൃഷ്ണേട്ടൻ, ഉത്തരസാക്കേട്ടൻ, ആർക്കെങ്കിലും? ഓക്കെ, ഒന്നില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറയാം, ഞാൻ എന്റേതായിട്ടുള്ള ഒരു 4 പോയിന്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനാണ് വരിക. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ ഗട്ട് എന്നൊക്കെ പറയില്ല, നമ്മുടെ വയറിനകത്ത് എന്തെങ്കിലും അസ്വസ്ഥതയുള്ള ആൾക്കാർക്ക് അന്നത്തെ മൂഡ് മാറൂലേ, മൂഡ് സ്വിങ് ആവില്ലേ, നമുക്ക് ദേഷ്യം വരും, തലവേദന വരുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ആരും എന്ത് ചെയ്യില്ല, അടുപ്പിക്കാറില്ല. എനിക്ക് മൈഗ്രെയിൻ വരുന്ന സമയത്ത് പുറത്തൊരു ബോർഡ് മാത്രമേ തൂക്കാറുള്ളൂ, എനിക്ക് മൈഗ്രെയിൻ ആണ്. അന്നത്തെ ദിവസം എന്റെ വീട്ടിൽ ആരും എന്നോട് സംസാരിക്കില്ല. കാരണം ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് അവർക്കറിയില്ല. അപ്പോ സ്നേഹബന്ധങ്ങളൊന്നും എന്ത് ചെയ്യില്ല, അവിടെ വില പോവില്ല, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോ നമ്മുടെ മാനസികവും സാമൂഹികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വന്തം ഫിസിക്കിന്റെ, നമ്മുടെ ബോഡിയുടെ ഹെൽത്തിനനുസരിച്ചായിരിക്കും. ഓക്കെ അല്ലേ? ഒരു പ്രശ്നമില്ല, വളരെ ഹാപ്പി ആയിട്ടിരിക്കണം. ശരീരത്തിന് ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ റിയാക്ഷൻസ് എല്ലാം വളരെ കൂളായിരിക്കും, നമ്മുടെ ഫോക്കസ് കറക്റ്റ് ആയിരിക്കും, അല്ലേ? കറക്റ്റ് അല്ലേ? ലേഡീസിനൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അതായത് അവർക്ക് പീരീഡ്സ് ടൈം ഒക്കെ ആണെങ്കിൽ വീട്ടിലെല്ലാവരും എന്ത് ചെയ്യും, ഒരല്പം സൗമ്യത കാണിക്കും. കാര്യം അവരുടെ റിയാക്ഷൻ മോശം, അതുകൊണ്ടാണ്. അതുപോലെയാണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് വേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാല്, ഹെൽത്തിനകത്ത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തൂസിയാസം എന്നാണ്. എന്തൂസിയാസം, ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഒരു എന്തൂസിയാസം, അതായത് ഒരു ആവേശം, ചെയ്യാനുള്ള ഒരു ഓട്ടോമോട്ടീവ്, നമുക്കായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുക, നമ്മളെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആവേശം വരിക, അതുണ്ടായിരിക്കണം. 2 വേണ്ടതെന്ന് വെച്ചാൽ എനർജി ഉണ്ടാവുക. നല്ല എനർജി ഉണ്ടായില്ലെങ്കിൽ, നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം
നമുക്ക് ഹെൽത്ത്. മൂന്നാമത്തെ കാര്യം സ്റ്റാമിന. അത് സ്പോർട്സ്മാൻ എന്ന് മാത്രമുള്ളല്ല കേട്ടോ, നമുക്ക് തന്നെ ഒരു കാര്യമോ അല്ലെങ്കിൽ പല കാര്യങ്ങളോ കുറെ നേരത്തേക്ക് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് സ്റ്റാമിന ഉണ്ടെന്നാണ്. ഒത്തിരി ദൂരം നടക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നടക്കേണ്ട ദൂരം ഒരു 1/2 കിലോമീറ്റർ ആണ്, അത് 1 കിലോമീറ്റർ നടക്കേണ്ടി വന്നാലും നമ്മൾ നടക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് അർത്ഥം? സ്റ്റാമിന ഉണ്ടെന്നാണ്. നാലാമത്തെ മെയിൻ പോയിന്റും മെയിൻ പോയിന്റും ആയിട്ടുള്ളത് ഇമ്മ്യൂണിറ്റിയാണ്, രോഗപ്രതിരോധ ശേഷി. ഇത് 4 ഉണ്ടെങ്കിൽ എന്താണ്? ഇത് 4 ചേരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? ഹെൽത്ത് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് നമ്മുടെ ആക്ച്വലി ഒരു കടലിൽ നിന്ന് 1 കപ്പ് വെള്ളം കോരിയിട്ട് നിങ്ങളത്ത് വന്നിട്ട് ആ കപ്പ് വെള്ളം തകർന്നാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ? അത്രയ്ക്കും നമ്മൾ 1 മാസം 1.5 മാസം ഇതിനു വേണ്ടി സംസാരിച്ചാലും നമുക്ക് എന്തുണ്ടാവില്ല, തീരാത്ത അത്രയ്ക്ക് വലിയ വിഷയമാണ് ഈ പറയുന്ന ഹെൽത്തിന്റെ കാര്യം. അപ്പോ ഞാൻ ഇന്ന് പറയാൻ ഒറ്റ കാര്യം ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് ദൈനംദിന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാവുന്ന ചെറിയ കാര്യങ്ങൾ വെച്ച് നമുക്ക് അത് വേണമെങ്കിൽ പിന്നീട് എന്ത് ചെയ്യാം, നമുക്ക് അതിനെക്കുറിച്ച് എലോബറേറ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സെക്ഷൻസുകൾ ഇനി വരട്ടെ, അല്ലെങ്കിൽ ഇതിനൊരു ബാക്കിയായിട്ട് ഞാൻ പിന്നീട് പറയുന്നുണ്ടാവും. അപ്പോ അതിനെ സംബന്ധിച്ചിട്ട് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയാം. അപ്പോ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ദൈനംദിന കാര്യങ്ങളിൽ, അതായത് തെറ്റായ ഭക്ഷണ രീതി, ജീവിതശൈലിയും കൊണ്ട് നമുക്കുണ്ടാവുന്ന ഹെൽത്ത് പ്രോബ്ലംസ് എന്തൊക്കെ വരാം. ഇതുവരെ ഹെൽത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹെൽത്തിന് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം മുതൽ ചിന്തിക്കേണ്ടത്, ഹെൽത്തിന് പ്രശ്നങ്ങളൊന്നും നിലവിലില്ല, ഹെൽത്തി ആയിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് മുതൽ ചിന്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിക്കുന്നത്, നമുക്ക് ഇന്ന് കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണങ്ങളിലൊന്നും തന്നെ എന്തല്ല, കെമിക്കൽസ് ഇല്ലാത്തതായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസ് നമ്മളെ കയ്യിലില്ല. നമ്മൾ കഴിക്കുന്ന എല്ലാത്തിനകത്ത് എന്തുണ്ട്? കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. എന്നാൽ നമുക്ക് കഴിക്കേണ്ട കാര്യങ്ങൾ പലതും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കഴിക്കുന്നുണ്ടാവില്ല. ഓക്കെ, നമ്മൾ ഡെയിലി ബേസിസിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് ഐറ്റംസിൽ പെടുന്ന ഒന്നാണ് എന്താണ്? ആഡഡ് ഷുഗർ അടങ്ങിയിട്ടുള്ള ബിസ്ക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയും. മൂന്നാമത്തെ കാര്യം ഓയിൽസ്. ഇങ്ങനെയുള്ള പ്രോഡക്ട്സുകളെല്ലാം നമ്മൾക്ക് എന്തുണ്ടാകും? ശരീരത്തിന് പതിയെ നമുക്ക് എന്തുണ്ടാകും? പ്രോബ്ലംസ് വരുത്താൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് എത്ര പേർക്ക് ഡയബറ്റിക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും എനിക്കറിയാം മിക്കവാറും ഭൂരിഭാഗം പേരും ഹാൻഡ് റൈസ് ചെയ്യും. പ്രഷർ, കൊളസ്ട്രോള്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് കാര്യത്തിലെ ഏത് കാറ്റഗറിയിലേക്ക് എടുത്താലും എന്തുണ്ടാവും? ഒരുപാട് പേര് ഹാൻഡ് റൈസ് ചെയ്യാനും ഈ പ്രശ്നം അനുഭവിക്കുന്ന കാര്യം പറയാനുണ്ടാവും. ഉറപ്പല്ലേ? നമ്മുടെ ഫാമിലിയിലോ നമ്മുടെ കുടുംബത്തിലോ മൈസെൽഫ് സ്വന്തമായിട്ടോ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. സോ നമ്മൾ ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, റെഡിയാണോ? നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇന്ന് മുതൽ ചെയ്യാൻ പറ്റുന്ന, കാരണം സാധാരണ ഞാൻ ഇൻഡിവിജ്വൽ അതായത് ഇൻഡിവിജ്വൽ മീറ്റിംഗ്സ് ഒക്കെ നടത്തുമ്പോഴത്തേക്ക് കുറച്ച് വിപുലമായിട്ട് സംസാരിക്കാറുണ്ട്, 1.5 മണിക്കൂർ. കാര്യം ഞാൻ ഇത്രയും നേരം സംസാരിച്ചെന്തെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇന്ന് മുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അത് നാളെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം. ഒരാഴ്ച കഴിഞ്ഞും 1 മാസം കഴിഞ്ഞും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം എന്ന് എനിക്ക് വാശിയുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്നും കേട്ടാലും ഓക്കെ ഐ എം ദ ബെസ്റ്റ്, ഞാൻ ഇന്ന് പോലെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വരില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ രാവിലെ എണീറ്റ് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ, ഏർലി മോർണിംഗ് എന്തായാലും നമ്മൾ എല്ലാവരും എണീക്കുന്നുണ്ട്, അല്ലേ? എണീക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു 3 ഗ്ലാസ് വെള്ളം എന്ത് ചെയ്യാം രാവിലെ തന്നെ, അത് ചൂടുവെള്ളം ആണെങ്കിലാവാം,
തണുത്ത വെള്ളമാണെങ്കിലും അതെ, അതായത് തണുത്ത വെള്ളം കുടിക്കുക. അതിനുശേഷം ചൂടുവെള്ളം കുടിച്ചാലും കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, വെള്ളം കുടിക്കുക. അതായത് നമ്മുടെ ഗട്ട് എന്ത് ചെയ്യും, ക്ലിയർ ആവാനാണ് നമ്മുടെ ഗട്ട്, അതായത് വയറിന്റെ ഭാഗം ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. പരമാവധി ചായ കുടിക്കാൻ അതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചായ നമ്മുടെ ഈ ഏർലി മോർണിംഗിൽ വെറും വയറ്റിൽ പിടിക്കുന്ന ചായ നമ്മുടെ ലിവറിന് എന്തുണ്ടാക്കുന്നുണ്ടാവും, കാര്യമായ ഫാറ്റി ലിവറിലേക്ക് എത്തിക്കാനും ലിവറിന് കംപ്ലൈന്റ് വരുത്താനും കാരണമാവും. നമ്മളെ ഷർട്ടിൽ വീണാല് കറ ആവുമെന്ന് അറിയുന്ന നമുക്ക് ഇതേ സാധനം നമ്മുടെ ലിവറിന്റെ ഫംഗ്ഷനെ തെറ്റിക്കും എന്നുള്ള കാര്യം നമ്മൾ ഇതില്ല. നമ്മുടെ പറയും ഇത്രയും വർഷമായിട്ട്, കഴിഞ്ഞ 50 വർഷമായിട്ട് ഞാൻ ചായ കുടിക്കുന്നുണ്ട്, ഇനി എന്റെ ലിവറിന് ഇന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നവർ കേട്ടിട്ടില്ലേ? അതിന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് അത്രയ്ക്ക് കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ലിവറിനാവട്ടെ നമ്മുടെ ബോഡിക്കാവട്ടെ. 4 മാസം 6 മാസം 1 വർഷം കൂടുമ്പോഴത്തേക്കൊക്കെ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കയ്യിലെ തൊലിയൊക്കെ പോകുന്നുണ്ടിട്ടില്ല ഒരു കാലം കഴിയുമ്പോൾ, ഒരു സമയം കഴിയുമ്പോൾ, ടൈമിലൊക്കെ. കാര്യം എന്തെന്നറിയോ, റീപ്ലേസിങ് നടക്കുന്നതാണ്. കോശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പോയിട്ട് പുതിയ സെല്ലുകൾ അവിടേക്ക് പുതിയതായിട്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഹോൾ ബോഡിയിൽ നടക്കുന്നുണ്ട്. മുടി കൊഴിയുന്നുണ്ടെങ്കിലും ആരെങ്കിലും ഒരാഴ്ചയ്ക്ക് മൊട്ടയായിട്ടുണ്ടോ? ഇല്ല, പുതിയ മുടി അവിടെ കിളിർത്ത് വരും. അതുപോലെ നമ്മുടെ ഹോൾ ബോഡിയിൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇപ്പൊ പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പരമാവധി അവര് സ്വയം രക്ഷിക്കാൻ വേണ്ടി പിടിച്ചു നിൽക്കാൻ നോക്കും. പക്ഷെ എന്ത് ചെയ്യില്ല, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സിവിയർ ഏരിയ എത്തുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും, നമ്മളെ കൈവിടും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പെയിന്, ഒരു ക്ഷീണം, തളർച്ച ഒക്കെ വരുന്നു, ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അപ്പോഴാണെന്ന് പറയാ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്, ഇനി നിങ്ങൾ എല്ലാ ദിവസത്തെയും പോലെ ആയിരിക്കില്ല, കാര്യങ്ങൾ ഗൗരവമുള്ളതാണ് എന്നൊക്കെ അവർ പറയാം അല്ലെ. അപ്പോ അങ്ങനെ ഒരു അവസ്ഥ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി ചായ കുടിയൊക്കെ ഒഴിവാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലത്തെ ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാക്കി മാറ്റാൻ ശ്രമിക്കുക. ഏർലി മോർണിംഗ് ഫുഡ് എന്ത് ചെയ്യുക, മോർണിംഗിൽ ഫുഡ് ഒരാൾ സ്കിപ്പ് ചെയ്യരുത്. ആരെങ്കിലും സ്കിപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? സാധാരണ രാവിലത്തെ ഫുഡ് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ഒരു 2 കൊടുക്കാമോ? ഏർലി മോർണിംഗ് ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന ആരെങ്കിലും? യെസ്, സുലേഖ ബി. ഓക്കെ, ടൈപ്പ് ചെയ്യാനുള്ള എളുപ്പത്തിന് 2 എന്ന് ടൈപ്പ് ചെയ്താൽ എനിക്ക് മനസ്സിലാവും. സ്കിപ്പ് ചെയ്യുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കോളാം. സംടൈംസ് ദിവ്യ ദിനോജ്, ഓക്കെ, സംടൈംസ്, ഗുഡ്. ഓക്കെ, മോർണിംഗ് ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് തലവേദന വരാറുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇല്ലെങ്കിൽ നമ്മൾ രാവിലത്തെ ഫുഡ് അന്നത്തെ ദിവസം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, തലവേദന വരുന്നുണ്ടാവും. കാരണം മോർണിംഗ് ഫുഡ് സ്കിപ്പ് ചെയ്യുന്നുണ്ടാവും. യെസ്, ദിവ്യ യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, തലവേദന ഉണ്ട്. ഓക്കെ, ഞാൻ അതിന്റെ ആളായിരുന്നു. കാര്യം രാവിലെ ഫുഡ് കഴിക്കാനുള്ള ടൈമൊന്നും കിട്ടാറില്ല, ഓട്ടമാണ്. അതുകൊണ്ട് എന്താ, അവിടെ ചെന്നിരുന്നിട്ട് എന്തിനാണോ ഓടിയത് ആ കാര്യം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും. കാര്യം തലവേദന അല്ലേ. അപ്പോ തലവേദന വരും. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മളെ മോർണിംഗ് ഫുഡ് നമ്മളെ ബ്രെയിൻ ഫുഡ് എന്നാ പറയാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാത്രിയിൽ നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ഉണർന്നിരുന്നിട്ട് പ്രോസസ്സുകളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. ആ കാര്യങ്ങൾക്ക് കഴിഞ്ഞാല് നമ്മുടെ ബ്രെയിനാണ് എന്ത് ചെയ്യേണ്ടത്, ഫുഡ് ഇമ്മീഡിയറ്റ്ലി വേണ്ടത്. ആ ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ എടുക്കും. ഇത് കറക്റ്റായിട്ട് ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ടുള്ള എനർജി കാര്യങ്ങളെല്ലാം നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രെയിൻ പണി തുടങ്ങും, ക്ഷമ ഉണ്ടാക്കാൻ തുടങ്ങും, നമ്മളെ നെർവ്സുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും, മുറുകാൻ തുടങ്ങും. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഹെഡ് ഏക്ക് വരുന്നത്. അതുകൊണ്ട് രാവിലത്തെ ഫുഡ് 6 മണിക്ക് കഴിച്ചാൽ എത്രയും ബെസ്റ്റ്. 7 മണിക്ക് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുഴപ്പമില്ല, 8 മണി മാക്സിമം. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യരുത്, പോയിരിക്കുക. 8 മണിക്കെങ്കിലും എന്ത് ചെയ്യുക, നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുക. അതും നല്ല ഫുഡ് കൊടുക്കുക. നമ്മൾ നല്ല ഫുഡ് രാവിലെ മോർണിംഗിൽ കഴിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ അന്നത്തെ ദിവസം വളരെ നന്നായിരിക്കും. നമ്മൾ തലേന്ന് വെച്ചിരുന്ന ഒരു പൊറോട്ട, വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്ന പൊറോട്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, അത്തരം ടൈപ്പുള്ള ഫുഡ് രാവിലെ കഴിച്ചിട്ട് നോക്കിയാണ് അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ഇതുവരെ ഉറക്കത്തിലായിരിക്കും, ഒരു ക്ഷീണമായിരിക്കും. അതുകൊണ്ട്
രാവിലെ നല്ല ഫുഡ് എന്ത് ചെയ്യുക, നമ്മൾ ബ്രെയിനിന് കൊടുക്കാൻ നോക്കുക. നിങ്ങളെ വെയിറ്റ് ഉണ്ടല്ലോ, നിങ്ങളെ വെയിറ്റ് എത്രയാണോ അത് ചെക്ക് ചെയ്തിട്ടില്ലാത്തവർ, അറിയുന്നവരാണെങ്കിൽ അങ്ങനെ, ഇല്ലാത്തവരാണെങ്കിൽ ഇന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാൻ വലിയ പാടൊന്നുമില്ലല്ലോ. വെയിറ്റ് എത്രയെന്ന് വെച്ച് നോക്കിയിട്ട്, ഇപ്പൊ 60 കിലോ ഉള്ള ആളാണെന്ന് കരുതുക. 60 കിലോ ഉള്ള ആൾക്ക് 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം, അങ്ങനെയാണെങ്കിൽ 40, 60, അതാകുമ്പോൾ 3 ലിറ്റർ വെള്ളം. ഏറ്റവും കുറഞ്ഞത് 2.5 ലിറ്റർ വെള്ളമെങ്കിലും എന്ത് ചെയ്യാം, നമ്മൾ ദിവസവും കുടിക്കാൻ നോക്കുക. ദിവസവും കുടിക്കാൻ നോക്കുക. അത് രാവിലെ തുടങ്ങിയിട്ട് 2 മണിക്കുള്ളിൽ ഇപ്പൊ 3 ലിറ്റർ വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിനകത്ത് 2 ലിറ്റർ വെള്ളം എപ്പോൾ തീർക്കണം, 2 മണിയാകുമ്പോഴത്തേക്ക് തീരണം. ബാക്കി 6-7 മണി വരെയുള്ള സമയത്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാക്കി 1 ലിറ്റർ വെള്ളം കുടിക്കേണ്ടത്. ആ സമയത്ത് കുടിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഏറ്റവും കൂടുതൽ ബോഡിക്ക് വെള്ളം ആവശ്യം, ഒന്ന് നമ്മളെ ചൂടിന്റെ അതാവാം, 2 നമ്മൾ വർക്ക് ചെയ്യുന്ന സമയം ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ടൈം പീരീഡിലാണ്. അതുകൊണ്ട് നമ്മളെ ബോഡിക്ക് വെള്ളം എന്ത് ചെയ്യേണ്ടത് കൂടുതലായിട്ട് വേണമെന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് വെള്ളത്തിന്റെ ആവശ്യം കുറഞ്ഞു വരും. വൈകുന്നേരം 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, അതോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ വാട്ടർ ഇൻടേക്ക് നിർത്താം. 7 മണിക്ക് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളെ ഫുഡ്, വൈകുന്നേരത്തെ ഫുഡ് 7 മണിക്ക് നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ നോക്കുക. 7 മണിക്ക് എന്ത് ചെയ്യുക, കൺസ്യൂം ചെയ്യാൻ നോക്കുക. 8 മണിയോടുകൂടി ആ സമയത്ത് വെള്ളം കുടിക്കുക. 8 മണിയോടുകൂടി നിങ്ങളുടെ 1 ഗ്ലാസ് ഹോട്ട് വാട്ടർ, ചൂടുവെള്ളം കുടിക്കുക, നിർത്തുക. കാര്യം ഉറക്കം കുറവുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ഇനി ടൈപ്പ് ചെയ്യുന്നില്ല, ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രിയിലെ ഈ 8 മണിക്ക് നിങ്ങൾ വെള്ളം കുടിച്ച് നിർത്തി വെക്കണം. 7 മണിക്ക് നിങ്ങൾ ഫുഡ് കഴിച്ചു വെക്കണം, ഉറക്കം കിട്ടും. എല്ലാവരുടെ കാര്യം പറയുന്നതല്ല. ചിലവർക്ക് എന്ത് ചെയ്യുന്നില്ല, 9-10 മണിക്കൊക്കെ ആയിരിക്കും വീട്ടിൽ വരിക, അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ടാവും, ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം നമ്മൾ ഇതൊക്കെ അങ്ങനെയൊന്നുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു കാര്യം എന്ത് ചെയ്താൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നേരത്തെ ഫുഡ് ക്ലോസ് ചെയ്യാം. കാര്യം ഡൈജഷനും കഴിഞ്ഞ് ആ എനർജി ബോഡിയിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ഉറക്ക ക്ഷീണം വരും. ആ സമയത്ത് ഉറങ്ങാൻ പറ്റണം. രാത്രിയിലായി പോയി കഴിഞ്ഞാൽ എനർജി പെട്ടെന്ന് ഇൻക്രീസ് ആവുന്ന എനർജി എന്ത് ചെയ്യത്തില്ല, പെട്ടെന്ന് ഇറങ്ങിപ്പോകത്തില്ല. നമുക്ക് ഉറങ്ങാതെ നമ്മുടെ മൈൻഡ് ഓൺ ആയിട്ട് തന്നെ ഇരിക്കും. അതുപോലെ വെള്ളം, വാട്ടർ ഇൻടേക്ക് രാത്രിയിലായിപ്പോയാൽ എന്താ സംഭവിക്കുക, നമുക്ക് രാത്രിയിൽ യൂറിൻ പോകണമെന്നൊക്കെ തോന്നും. അതുകൊണ്ട് ഉറക്കം കുറയാനുള്ള സാധ്യത അവിടെയും കൂടുതലാണ്. അതുകൊണ്ടാണ് 7 മണിയോടുകൂടി എന്ത് ചെയ്യുക, വെള്ളത്തിന്റെ ഇത് കുറയ്ക്കുക. മാക്സിമം പോയി 8 മണിയാകുമ്പോഴത്തേക്ക് വെള്ളം കുടിക്കുക. വേണമെങ്കിൽ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് വേണമെങ്കിൽ 1 ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ച് കിടന്നുറങ്ങും. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണമെന്നില്ല. അതിനെ പ്രാവർത്തികമാക്കാൻ നോക്കുക. പക്ഷേ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം, ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ആക്കുക. രണ്ടാമത് നിങ്ങളെ വെയിറ്റിനനുസരിച്ച് 20 കിലോയ്ക്ക് 1 ലിറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വെയിറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെള്ളം കുടിക്കാം. അത് വെയിറ്റ് കൂടുതലുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ. 100 കിലോയ്ക്കുള്ള ആൾക്കാർ അതിനകത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം, മാക്സിമം 4 ലിറ്ററിൽ കൂടുതൽ വെള്ളം എന്ത് ചെയ്യരുത്, കുടിക്കാതിരിക്കുക. 4 ലിറ്റർ വെള്ളം വരെ മാക്സിമം കുടിക്കാവൂ. അതിന് കൂടുതൽ എന്ത് ചെയ്യരുത്, വെള്ളം കുടിക്കരുത് കേട്ടോ. ഓക്കെ. വിശന്നതിന് ശേഷം കഴിക്കുക. പ്രധാന പോയിന്റ് ഇതാണ്, വിശന്നതിന് ശേഷം കഴിക്കുക. ഉച്ചയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ടൈം ആയിട്ടുണ്ട്, കഴിക്കാൻ സമയമായിട്ടുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും, ഓടിപ്പോയി ഭക്ഷണം കഴിക്കും. അത് നിങ്ങൾ ഒഴിവാക്കുക. ശരീരം വിശന്നു തുടങ്ങട്ടെ, ശരീരത്തിന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നു തുടങ്ങട്ടെ. അപ്പൊ നമ്മുടെ ബോഡിക്ക് അത് ആവശ്യമുണ്ടെന്നാണ്. ആ സമയത്താണ് നിങ്ങൾ ഭക്ഷണം കൊടുക്കേണ്ടത്. ഓക്കെ. അത് ആനയെ തിന്നാൻ പാകത്തിനുള്ള വിശപ്പാവുന്നവരെ കാത്തിരിക്കണ്ട. ഒരു സെക്കൻഡ് സ്റ്റേജ് ഉണ്ടല്ലോ, എനിക്ക് വിശപ്പായിട്ടുണ്ട്, കഴിക്കാം. ആ ടൈമിൽ പോയിട്ട് കഴിക്കാം. ഓക്കെ. അടുത്ത കാര്യം, ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ 6 മണിക്കൂർ ഇടവിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. 6 മണിക്കൂർ ഇടവിട്ട് കഴിക്കാൻ നോക്കുക. ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 4 തവണയായിട്ട് ദിവസത്തിൽ ഭക്ഷണം കഴിക്കണമെന്നാണ് പറയാം. ഇപ്പൊ 8 മണിക്ക്, സപ്പോസ് 8 മണിക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചു എന്നുണ്ടെങ്കിൽ 1 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. ഒരു 4 മണി ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അടുത്ത ഭക്ഷണം കഴിക്കാം. രാത്രി ഈ പറയുന്ന 7-8 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അടുത്ത ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് അന്നത്തെ ഫുഡ് ക്ലോസ് ചെയ്യാം. ഇനി ഡയബറ്റിക് പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം പറയാം, ലോ GI ഫുഡ് കഴിക്കുക. GI എന്ന് പറഞ്ഞാൽ ഗ്ലൈസമിക് ഇൻഡെക്സ്. എന്താണെന്നറിയോ, നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ ഷുഗർ ലെവല് പെട്ടെന്ന് തന്നെ നമ്മളെ ബ്ലഡിലേക്ക് എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയാം.
ഫാസ്റ്റ് ആയിട്ട്, അതായത് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ബ്ലഡിലേക്ക് ഷുഗർ എത്തും, ഫാസ്റ്റർ ആയിട്ട് എത്തും, പെട്ടെന്ന് തന്നെ അത് കൂടുകയും ചെയ്യും. അതാണ് ഗ്ലൈസമിക് ഇൻഡെക്സ്. ഹൈ ജി, ലോ ജി എന്ന് പറയും, മീഡിയം ജി എന്ന് പറയും. അപ്പൊ ഹൈ ജിയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. കപ്പ അല്ലെങ്കിൽ കിഴങ്ങ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതായത് മണ്ണിനടിയിലുള്ള ഭക്ഷണമാണ്. മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ടല്ലോ, അത് ഈ പറയുന്ന ഹൈ ജിയിൽ പെടുന്ന സാധനങ്ങളാണ്. അത് കഴിച്ചാൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ എന്ത് ചെയ്യും? ബൂസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കാൻ പറ്റിയ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്. നമ്മൾ എപ്പോഴും ഭക്ഷണം സ്റ്റാർവിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് വിശപ്പ് അല്ലെങ്കിൽ ആഗ്രഹം, കൊതി എന്ന് പറയുന്ന സാധനം. ഞാൻ ഇങ്ങനെ ഒരാളാണ് കേട്ടോ. അതായത് നിങ്ങളിപ്പോ കിട്ടുന്നത് കഴിക്കും, അല്ലെങ്കിൽ അടുത്തുള്ള മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കും. ഞാൻ അങ്ങനെയല്ല. ഇപ്പൊ ആലപ്പുഴ ഒരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്, തട്ടുകട, അമ്മച്ചി തട്ടുകട. അവിടെ നല്ല പൊറോട്ടയും ബീഫും കിട്ടും, അല്ലെങ്കിൽ നല്ല എന്താ പറയാ പഴങ്കഞ്ഞി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈക്ക് എടുത്തിട്ട് പോകും ഞാൻ. അത്രയും ദൂരം പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഞാനല്ല ഏറ്റവും വലിയ എന്തൂസിയാസ്റ്റ് ഭക്ഷണ കാര്യത്തില്. ഇങ്ങനെ ഓടിയിരുന്ന ആളാ. പക്ഷെ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവിടെ നമ്മളെ മൈൻഡാണ് പ്രശ്നം. നമ്മുടെ ബ്രെയിനിനെ ഹാപ്പിനെസ് കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാല്, തെറ്റാണെങ്കിൽ ശരിയാണെങ്കിൽ അത് കൊടുക്കുക. അതായത് നല്ലോണം അധ്വാനിക്കുന്ന കാര്യത്തില്, ഭാര്യയെ സ്നേഹിക്കുന്ന കാര്യത്തില്, മക്കളെ സ്നേഹിക്കുന്ന കാര്യത്തിനകത്ത്, കുടുംബം നോക്കുന്ന കാര്യത്തിനകത്ത്, എങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കുക. പക്ഷെ 1% എങ്കിലും നമ്മുടെ ഹെൽത്തിന് പ്രശ്നം വരുന്നതോ, അല്ലെങ്കിൽ ബാക്കിയുള്ള സമൂഹത്തിനോ ആത്മീയതയ്ക്കോ എന്തെങ്കിലും പ്രശ്നം വരുന്ന, ഏതെങ്കിലും ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രെയിൻ അത് ഇഷ്ടപ്പെടും. നമ്മളെ തന്നെ മൊത്തമായി കൺട്രോൾ ചെയ്യുന്ന നമ്മളെ ബ്രെയിൻ സിസ്റ്റം ആണ് അല്ലെ. ബ്രെയിൻ എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അവർക്ക് അത് ഇഷ്ടപ്പെട്ടല്ലേ. അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. ഈ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് പുളി കഴിക്കണം, മാങ്ങ കഴിക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അവരടുത്ത് എന്തെങ്കിലും നാട്ടു നടപ്പാണെന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ? സ്കൂളിലോ മദ്രസയിലോ പഠിപ്പിക്കുന്നുണ്ടോ? അത് ഇല്ല. ശരീരത്തിന് എന്താണോ ഡെഫിഷ്യൻസി വരുന്നത്, കുറവ് വരുന്നത്, അത് തലച്ചോറിന് അറിയാം. ഏത് എവിടെ നിന്നാ കിട്ടാന്നറിയാം. അവർ പറയാം, അപ്പൊ എനിക്ക് മാങ്ങ കഴിക്കണം, എനിക്ക് ഇങ്ങനെ പുളിയുള്ള സാധനങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് എന്താണോ ഡെഫിസിറ്റ് വരുന്നത്, അത് നമ്മളെ ബോഡി എന്ത് ചെയ്യും? ചോദിക്കാൻ തുടങ്ങും നമ്മളോട്. അത് ഇന്നത് പോയി കഴിക്കണം. അന്ന് നമ്മൾ ഉമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തിയും ചോറൊന്നും കഴിക്കാൻ പറ്റില്ല. നമുക്ക് പുറത്ത് പോയിട്ട് അത്രയും ഹെവി ലോഡഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പോ അതുകൊണ്ടാണ് പറഞ്ഞത്, അത്തരം ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ മാറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കി ചെറുതായിട്ട് ഒഴിവാക്കി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാലക്രമേണ നമുക്ക് ഇത് ചെയ്യാം. ഞാൻ എന്തിനു പറഞ്ഞതെന്ന് വെച്ചാൽ, ചിലവർക്ക് എന്താണ് പ്രശ്നം വരുന്നുണ്ട്, ഡയബറ്റിക് ഉണ്ട്, അവർക്ക് കപ്പയൊന്നും കഴിക്കാതിരിക്കാനും പറ്റില്ല, വല്ലപ്പോഴും ഞാൻ കഴിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്, നമുക്ക് പതുക്കെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ പ്രാവർത്തികമാക്കി പോയാൽ മതി. അതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ സ്കിപ്പ് ചെയ്യാം, പതുക്കെ മുമ്പോട്ട് പോവാം. എന്തൊക്കെയാണ് ഡയബറ്റിക് കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്നുള്ള അറിയാലോ. അതൊരു സ്ലോ കില്ലറാണ്. പതുക്കെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അവർ നമ്മളെ ഹെൽത്തിനെ ബാധിക്കുള്ളൂ. കണ്ണ്, ഹൃദയം, വെയിൻസുകള്, ജോയിന്റ്സുകള്, ഇങ്ങനെയുള്ളത് പതുക്കെ ആയിരിക്കും പിടിച്ചു തുടങ്ങാം. കിഡ്നി, ഹാർട്ട്, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ഇത് ഡെഫിനറ്റ് ആയിട്ടും പിടിക്കും. കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരാളുണ്ട്, എൻ്റെ ഉമ്മ. നമ്മളെ നോക്കാൻ വേണ്ടിയിട്ടായിട്ട് വാപ്പ 4ാം ക്ലാസ് വെച്ച് വാപ്പ മരിച്ചതിന് ശേഷം നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് ആള് അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു. അത്തരം കാര്യങ്ങളിൽ ഓടി. പക്ഷെ ഹെൽത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്താ പറയാ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ 5 രൂപയ്ക്ക് OP ടിക്കറ്റ് എടുത്ത് ചികിത്സിക്കാമായിരുന്ന കാര്യം ഇപ്പൊ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപ മധുരയിൽ കൊണ്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഈ സെക്ഷൻ കഴിഞ്ഞ ഉടനെ ഇപ്പൊ ഉമ്മാട് കൂടെ ഞാൻ ട്രിവാൻഡ്രം പോവുകയാണ്. കണ്ണിന് കാഴ്ചയില്ല, അല്ലെങ്കിൽ വളരെ കുറവാണ്, ഡയബറ്റിക് കാരണം ഉണ്ടായതാണ്. ഓക്കെ, അതുപോലെ വരുന്ന കാര്യങ്ങളാണ് ഒബിസിറ്റി, പൊണ്ണത്തടി, അതുപോലെ പ്രഷർ, കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പതുക്കെയാണ് നമ്മളിലേക്ക് എന്ത് ചെയ്യുക? എഫക്ട് ചെയ്ത് തുടങ്ങുക, ഡയബറ്റിക് പോലെ തന്നെ. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാം? വരുന്നതിന് മുമ്പായിട്ട് തന്നെ ചില പ്രിക്കോഷൻസ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഇന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ, ഒന്നാമത്തെ കാര്യം, രാവിലെ എണീക്കുമ്പോൾ തന്നെയുള്ള നമ്മളെ വെള്ളം കുടിക്കുന്നത്,
2 നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8 മണിയോട് കുടിക്കുക. നമ്മുടെ വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ കൺസ്യൂം ചെയ്യുക. ടൈമിൽ ഫുഡ് കഴിക്കുക, ഫുഡ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. വെയിറ്റ് കുറയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഇരുന്ന് ഫുഡ് സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. ഫുഡ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം മനസ്സിലാക്കും നമ്മുടെ ഓണർ എന്താണ്, ആള് ഫാസ്റ്റിങ്ങിലാണ്. അപ്പൊ ഇത്രയും മണിക്കൂർ ഞാൻ എത്ര നാള് തുടരും, ഈ ഫാസ്റ്റിംഗ് തുടരുന്നു ശരീരത്തിന് അറിയില്ല, അത് ശരീരത്തിന് മനസ്സിലാവില്ല. അപ്പൊ ശരീരം എന്തെന്ന് വെച്ചാല് കഴിച്ചതോ നമ്മൾ മുമ്പ് കഴിച്ചിട്ടുള്ള മുഴുവൻ ഫുഡും എന്ത് ചെയ്യും, ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് സൂക്ഷിക്കും. എനർജിയെ ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് സൂക്ഷിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം കിട്ടുന്നതിനെ ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. മോർണിംഗിൽ നിങ്ങൾ കഴിക്കുന്ന ഫാറ്റിലേക്ക് പെട്ടെന്ന് തന്നെ ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് വെക്കും. ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഫാറ്റ് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, ബേൺ ചെയ്ത് പോവില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എത്ര പട്ടിണി കിടന്നിട്ടും എന്താ എന്റെ വെയിറ്റ് കുറയാത്തതെന്ന് ആശങ്കപ്പെടും. ഓക്കെ, അപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത്തരം കാര്യങ്ങളിൽ ഞാനിത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് ഷുഗർ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ലൈഫിൽ നിന്ന് പിന്നെ തിരിച്ചു പോവില്ല എന്നായിരിക്കും നമ്മൾ സാധാരണ എല്ലാവരും വെക്കുന്നത്, അല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഷുഗർ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നല്ല ഡയറ്റ് ചെയ്ത് നന്നായിട്ട് അതിനുള്ള കെയർ കൊടുത്തു കഴിഞ്ഞാൽ ഷുഗറിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ കഴിയും. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എക്സസൈസ്. മോർണിംഗിൽ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഈവനിങ്ങിൽ ചെയ്താലും വളരെ നല്ലതാണ്. ഈവനിങ്ങിലത്തെ ഇപ്പൊ പഠനങ്ങൾ പറയുന്നത് ഈവനിങ്ങിൽ ചെയ്താൽ വളരെ നല്ലതെന്നാണ് പറയുക. പിന്നെ കഴിക്കുന്ന ഭക്ഷണം വളരെ സാവധാനത്തിൽ കഴിക്കുക. ഓക്കെ, കഴിക്കുന്ന ഭക്ഷണം വളരെ സാവധാനത്തിൽ കഴിക്കുക. അപ്പോ എക്സസൈസ് ഒരു കാരണവശാലും മുടക്കരുത്. എക്സസൈസിനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുമ്പോൾ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, അല്ല വെയിറ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രെച്ച് ചെയ്തതിന് ശേഷം, എന്താ സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ, അതെ നമ്മുടെ ശരീരത്തേക്ക് ഒരു ലോഡഡ് ആയിട്ടുള്ള പണി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശരീരത്തിന്റെ മസിൽസിനെയും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് വലിച്ചു വിടാന്ന് പറയാം. അതിനാണ് സ്ട്രെച്ച് എന്ന് പറയാം. നമ്മളൊന്ന് വലിച്ചു വിട്ടതിന് ശേഷം എന്ത് ചെയ്യുക, ആക്ടിവിറ്റീസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഉപ്പ ഷൂ ഇട്ടിട്ട് പോകണ്ടിട്ടില്ലേ, ഒരാഴ്ച വീട്ടിൽ കിടക്കും. കാരണം ജോയിന്റ്സിന് മസിൽസിനൊക്കെ പ്രശ്നം വരുന്നതാണ്. ഈ സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഒരു പ്രശ്നം ഉണ്ടാവില്ല. സ്ട്രെച്ച് ചെയ്യുക, എന്നിട്ട് ചെറുതായിട്ട് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പറഞ്ഞത്, ടൈമിലുള്ള ഫുഡ്, കഴിക്കുന്ന ഫുഡ് പതുക്കെ കഴിക്കണം, വെള്ളം കുടിക്കണം, വാട്ടറിന്റെ കേസ്, വെള്ളം കുടിക്കണം, അത് കറക്റ്റ് ആക്കണം. വെരി ഗുഡ്. പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് 8 മണിയുടെ മുന്നേ കഴിക്കണം. അതെ, ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുക. വെള്ളം കുടിക്കുന്നത് 2 മണി വരെ വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ 7 മണി വരെ 1 ലിറ്റർ കുടിക്കുക. 7 മണിക്ക് ശേഷം നിർത്തുക. 8 മണിയാകുമ്പോഴേക്ക് ഈവനിങ് ഫുഡ് കഴിക്കുക. എക്സസൈസ് മസ്റ്റ് ആണ്. അതെ, ഈവനിങ് ഫുഡ് കഴിക്കുക, കുറച്ച് കഴിക്കുക, കുറച്ച് എനർജി കൊടുക്കാന്ന് പറയില്ലേ. ഡൗട്ട് ചോദിക്കട്ടെ സാറേ? ചോദിച്ചോളൂ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് സ്റ്റക്ക് ആവണ പോലെ തോന്നും, അപ്പൊ വെള്ളം കുടിക്കാൻ തോന്നും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണ പോലെ ഇപ്പൊ നമുക്ക് ഒരു പെയിൻ പോലെ തോന്നും, അപ്പൊ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ വേഗം പോയിട്ട് വെള്ളം എടുത്ത് കുടിച്ചില്ലെങ്കിൽ അതങ്ങോട്ട് ഇറങ്ങാത്തൊരു ഫീൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, എന്നാ അതിന് ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് എന്ത് ചെയ്യാം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാറുണ്ട്. 5 മിനിറ്റ് മുമ്പ് വെള്ളം കുടിക്കാറുണ്ടോ? ഞാന് ഭക്ഷണത്തിന്റെ 1/2 മണിക്കൂർ മുന്നേ വരെയും വെള്ളം കുടിച്ചിട്ട് 1/2 മണിക്കൂർ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കഴിക്കാറില്ല. വെള്ളം കഴിക്കാറില്ല, നന്നായിട്ട്. ഓക്കെ, ചില സമയത്ത് മാത്രം ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ എനിക്കിത് കിട്ടിയ ഒരു ധാരണ എന്താ വെച്ചാ ഗ്യാസ് ട്രബിൾ ഉണ്ടായിട്ടാണ് അത്. ഗ്യാസ്ട്രിക് അസിഡിറ്റി ഉണ്ടോ? ഉണ്ട്. ഗ്യാസ്ട്രിക് അസിഡിറ്റി ഉണ്ട്, ഒന്നതുകൊണ്ടാവും. രണ്ടാമത്തെ കാര്യം അറിയോ, നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞൊരു പ്രധാന പോയിന്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക, സാവധാനത്തിൽ കഴിക്കുക എന്ന് പറയുന്നത്. സാവധാനത്തിൽ കഴിക്കുക.
സാവധാനത്തിൽ കഴിക്കുക എന്ന് പറയുമ്പോൾ നന്നായിട്ട് ചവ് ചെയ്ത് കഴിക്കുക. വെള്ളം കുടിക്കുമ്പോൾ വേണമെങ്കിലും ചവ് ചെയ്ത്, നമ്മൾ പറഞ്ഞിട്ടില്ലേ വെള്ളം ചവച്ച് കുടിക്കുന്ന ആൾക്കാരാണെന്ന് പറയില്ലേ, ചവച്ച് കുടിച്ചാൽ നല്ലതാണ്. നമ്മൾ ചവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പല്ലിനിടയിൽ നിന്ന് എന്ത് ചെയ്യും, സലൈവാസ് പുറത്തു വരും. ഒന്ന് ഡൈജഷൻ നല്ലതാണ്, ഈ ബൗൾ മൂവ്മെന്റ്സിനും നല്ലതാണ്. നന്നായിട്ട് ചവച്ചരച്ചിട്ട് എന്ത് ചെയ്യുക, ഇറക്കുക. ആസ്വദിച്ച് കഴിക്കുക എന്ന് പറയില്ല, ആസ്വദിച്ച് കഴിക്കുക, ചവച്ചരച്ച് കഴിച്ചു നോക്കുക. പിന്നെ എരി കൂടുതലുള്ള ഭക്ഷണമാണോ കഴിക്കാറ്? എരി ഇല്ല കൂടുതൽ ഇല്ല അങ്ങനെയൊന്നും. അത് ഉപയോഗിക്കാറില്ല. ഇല്ല. ഓക്കെ. കറി എങ്ങനെയാണ്? ഓയിലി കറി എങ്ങനെ? ഓയിലായിട്ടുള്ള ഒരുപാട് കറി ഒഴിക്കുന്നത് ഇഷ്ടല്ല. ഒരുപാട് കറി കുറവാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ചവ് ചെയ്യുക. കാര്യം എന്താണെന്നറിയോ, നമ്മളിപ്പോ ഒരു പച്ച പുട്ടെടുത്ത് ഇങ്ങോട്ട് കഴിച്ചു നോക്കിയേ, ഈ പറയുന്ന വർഷം ഇപ്പൊ എനിക്കില്ലെങ്കിലും എനിക്ക് ഇത് വരാൻ തുടങ്ങും അല്ലേ? കറി കുറയുന്നത് കൊണ്ട് എന്ത് ചെയ്യും, സ്റ്റക്ക് ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ ബൗൾ മൂവ്മെന്റ്സ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റക്ക് വരാൻ സാധ്യതയുണ്ട്. അത് വിശന്നിരുന്നിട്ട് കൂടുതൽ ഓക്കെ. നേരം ചോദിച്ചോണ്ട് ഗ്യാസ്ട്രിക് അസിഡിറ്റിയുടെ കാര്യത്തിന് അത് ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഈ തികട്ടലുണ്ടോ, തിരിച്ചു കയറി വരുന്ന പോലെ തോന്നുന്നുണ്ടോ? ചിലപ്പോ ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾക്ക് അങ്ങനെ വരാറുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ, അവര് പെട്ടെന്ന് വന്നിട്ട് കഴിക്കും, പെട്ടെന്ന് തന്നെ ബാക്ക് ടു ജോബിലേക്ക് പോകും. ചെയ്യരുത്. അടുക്കളയിൽ എന്നാ എന്ത് ചെയ്യുക, ഒന്നിത്തിരി വിശന്നിരുന്നാലും കുഴപ്പമില്ല, പണിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം എന്ത് ചെയ്യുക, എവിടെയെങ്കിലും ഇരിക്കുക, കിടക്കരുത്. കാരണം ഇവിടെ ഒരു ക്ലോസിംഗ് ഉണ്ട്, നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് ബൗൾ മൂവ്മെന്റ് ഇവിടെ ക്ലോസിംഗ് ഉണ്ട്. നമ്മൾ ഭക്ഷണത്തിന്റെ അകത്തേക്ക് വിട്ടതിന് ശേഷം ഈ പോയിന്റ് എന്ത് ചെയ്യും, ക്ലോസ് ആവും. അകത്തേക്ക് വിട്ടതിന് ശേഷം ഇത് ക്ലോസ് ആവും. നമ്മൾ പോയിട്ട് വീണ്ടും കിടന്നു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവില്ല. ഇതായിട്ട് നമ്മൾ ആസിഡ്സ് എന്ത് ചെയ്യും, നമ്മുടെ വയറ്റിനകത്ത് ആസിഡ്സ് ഉള്ള കാര്യം അറിയാലോ, ഇത് തിരിച്ചു കയറാൻ തുടങ്ങും. അതിന്റെ ഗ്യാസ് ഇപ്പൊ അതാണ് നമുക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് എരിച്ചിൽ വരുന്നത്. അതുകൊണ്ട് കുറച്ചു നേരം എന്ത് ചെയ്യാം, ഗ്യാസ്ട്രിക് അസിഡിറ്റി അല്ലെങ്കിൽ ഇൻഡൈജഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും പെട്ടെന്ന് തന്നെ പണിക്കിറങ്ങരുത്. അല്ലെങ്കിലും പണിക്കിറങ്ങരുത്. കാര്യം ഇല്ലാത്തവർക്ക് അത് വരും കേട്ടോ. നല്ലൊരു ചോദ്യമാണ് വന്നത്, വളരെ നല്ല കാര്യം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു എനർജി ആവശ്യമാണ്. ഡൈജഷന് വേണ്ടിയിട്ട് ഒരു എനർജി നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആ എനർജി എവിടേക്ക് പോകും, ബാക്കിയുള്ള കാര്യത്തേക്ക് പോകും. നമ്മുടെ ഡൈജഷൻ എന്ത് ചെയ്തിട്ടില്ല, കറക്റ്റ് ആവില്ല. ഓക്കെ, ഡൈജഷൻ കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് ഡൈജഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ച ഉടനെ ഫുഡ് കഴിക്കരുത്. മറ്റുള്ള പണികളിലെ ആക്ടിവിറ്റീസുകൾ, ഫിസിക്കൽ ആക്ടിവിറ്റീസുകളിലേക്ക് പോരുന്നു പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന കാര്യമാണ്, ഇതൊരു കടല് പോലത്തെ കാര്യമാണ്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു കമ്മ്യൂണിറ്റിയാണ്, വി ആർ ടുഗദർ, നമ്മളിവിടെ തന്നെ ഉണ്ട്. എന്തെങ്കിലും കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ സേഫ് സാറായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെയുള്ള കാര്യത്തിനകത്ത് ഞാനിപ്പോ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ടൈം നമുക്ക് വീണ്ടും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ സെക്ഷൻസിൽ വെച്ച് കാണാം. എന്നാൽ ഒക്കുന്ന എല്ലാ സഹായവും, എന്നാൽ ഒക്കുന്ന എല്ലാ അറിവും, അറിഞ്ഞ കാര്യമാണെങ്കിൽ പറഞ്ഞുതരും, അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പഠിച്ചിട്ട് പറഞ്ഞുതരും. ഓക്കെ, ഫ്രോം ദ ഹാർട്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും താങ്ക് യു. ഇന്നൊരു നല്ല ദിവസമായിട്ടിരിക്കട്ടെ. ശുഭദിനം. ഓക്കെ, താങ്ക് യു ആസിഫ് സർ. ഒരുപാട് ഹെൽത്ത്, നമുക്ക് നോർമൽ ആയിട്ടുള്ള ഹെൽത്ത് കാര്യങ്ങളാണ് സാർ സംസാരിച്ചില്ലേ. എനിക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ടും എല്ലാവർക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനും പറ്റിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സർ. ദെൻ ആർക്കെങ്കിലും ഒന്ന് രണ്ട് പേരെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം കൂടി ചോദിക്കാം. ഞാനൊരു ഡയബറ്റിക് ഉള്ള ആളാണ്. ഓവറായിട്ടില്ല, പക്ഷെ ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല. ഞാൻ ഫുഡ് കൺട്രോളിങ് തന്നെയാണ്. രാവിലെ ചായ കാപ്പി ഒന്നും ഉപയോഗിക്കുന്നില്ല, വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ. രാവിലെ എഴുന്നേറ്റ് വന്ന വഴിക്ക് തന്നെ 2-3 ഗ്ലാസ് വെള്ളം കുടിക്കും. പക്ഷെ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നല്ല വയറുകാഴ്ചയാവും, ഭയങ്കര വിശപ്പ് തോന്നും. പക്ഷെ ആ സമയത്ത് ഇതിനൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്ക് എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലം കയറും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, രാവിലെ വെള്ളം കുടിക്കുമ്പോ അതിനോടൊപ്പം 1-2 റസ്കോ എന്തെങ്കിലും, ബിസ്ക്കറ്റ് ഒന്നും കഴിക്കില്ല, എനിക്കിഷ്ടല്ല. അപ്പൊ റസ്ക് എന്തെങ്കിലും എടുത്ത് 2 എണ്ണം, ഓവറായിട്ട് കഴിക്കില്ല, 2 റസ്ക് എടുത്തിട്ട് ഞാൻ കഴിക്കും. എന്നിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്ത് എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഞാൻ അങ്ങനെ അംഗൻവാടി ടീച്ചറാണ്, അപ്പൊ പോണത് വരെയും പിന്നെ വെള്ളമാണ് കുടിക്കുക.
പിന്നെ ഒരു 8 മണിക്ക് ശേഷം ഇറങ്ങണ നേരം ആകുമ്പോഴേക്ക് ഭക്ഷണം കഴിക്കുള്ളൂ. കാരണം അതിന്റെ ഇടയിൽ ഇരിക്കാനുള്ള ടൈം കിട്ടാറില്ല. അപ്പൊ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കേ ഭക്ഷണം കഴിക്കാറുള്ളൂ. അപ്പൊ അത് കഴിച്ചിട്ടാണ് പോവുക. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, അംഗൻവാടി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കും. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും സ്നാക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോ ഒരു അധികം ഓവറായിട്ട് അല്ലെങ്കിൽ ഒരു ഇത്തിരി ഒക്കെ ഇങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഒരു 1:30 ആകുമ്പോഴേ ഭക്ഷണം കഴിക്കുള്ളൂ. അതുവരെയും വെള്ളം കുടിക്കും. 1:30ക്ക് ഭക്ഷണം കഴിച്ച പിന്നെ വീട്ടിൽ വന്നവര് 4, 4:30, 5 മണിയാകുമ്പോ ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് കുറേശ്ശെ കഴിക്കണം. അതുകൊണ്ട് തന്നെ ഷുഗർ ഉണ്ടെങ്കിലും ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഓവറായിട്ട് ഉണ്ടാവാറില്ല. ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ തന്നെ പറയും മരുന്ന് കഴിക്കില്ലെങ്കിൽ ഇത്രയും കൺട്രോൾ ചെയ്ത് പോണില്ലേ. അപ്പൊ അതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനത്തെ ചില പ്രോബ്ലംസ് ആണ്, ഈ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ വരാറുണ്ട്. കാരണം നമ്മള് ഭക്ഷണ സമയത്ത് ചില സമയങ്ങൾ കഴിക്കാൻ പറ്റാതെ വരാം. അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇത് മാത്രമേ. നമ്മുടെ ഡയബറ്റിക് വന്നു കഴിഞ്ഞാല് ഡോക്ടേഴ്സ് നമുക്ക് അതിന് മറുപടി അല്ലെ നമുക്ക് ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഡോക്ടേഴ്സ് പറയാൻ പറ്റാത്തതെന്ന് വെച്ചാല് ഡോക്ടേഴ്സ് നമ്മളെ കൂടെ 24 അവർ എന്ത് ചെയ്യേണ്ടി വരും, ചെലവഴിക്കേണ്ടി വരും. അത്രയും നേരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുകളെല്ലാം കണ്ടുപിടിച്ചിട്ട് അത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് തിരുത്തിക്കൊണ്ട് അത് ഒരിക്കലും ഡോക്ടർ എന്ന് പറയുന്ന ഒരാൾക്ക് എന്തായാലും പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമുക്ക് മെഡിസിൻസ് തന്നിട്ട് എന്ത് ചെയ്യണത്, കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മള് ഫുഡ് കൺട്രോൾ ചെയ്യുന്ന ഇപ്പൊ നേരത്തെ പറഞ്ഞു ചായ ഒന്നും അങ്ങനെ കുടിക്കാറില്ലെന്ന് പറയാം. നമ്മൾ ചായയിലുള്ള മധുരം എന്ത് ചെയ്യും, ഒഴിവാക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ ചായയിൽ മധുരം ഇട്ട് കുടിച്ചോ. കാര്യം ആ ഒരു മധുരം ഒഴിവാക്കിയിട്ട് നമ്മൾ 100 മധുരം വേറെ കഴിക്കുന്നുണ്ടാവും. ചായയാണ് ഈ ഷുഗർ ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഒരിക്കലും അല്ല. നമ്മൾ കഴിക്കുന്ന ചോറ് ഷുഗർ ഉണ്ടാക്കുന്ന സാധനമാണ്. അതുപോലെ റാഗി അല്ലെങ്കിൽ ഗോതമ്പ്, ഇതൊക്കെ നമ്മൾ ഷുഗർ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അതിന് നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യണം. അതിന് നമുക്ക് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഞാൻ അത് പറയാം, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ, അതായത് ഷുഗർ റിവേഴ്സ്, കൺട്രോളിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ്. അതായത് പറഞ്ഞാൽ ഡോക്ടേഴ്സിന് ആ കാര്യങ്ങൾ ഒരാളെ വെച്ചിട്ട് ചെയ്യാൻ കഴിയില്ല. നമ്മൾ അത് കാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നമ്മൾ ഷുഗർ കൺട്രോൾ ആണെന്നുള്ളത് അത് ഉള്ള കാര്യം പറയല്ലോ, വിഷമത്തിലാണ് പറയുന്നത്. കാര്യം എല്ലാവരും അത് വിശ്വസിച്ചാണ് ഇരിക്കുന്നത്. നമ്മൾ കഴിക്കുന്നതിൽ നമ്മളെ ഷുഗർ ഇപ്പോൾ ഒരു 100നും 130 ഇടയിൽ നിൽക്കുകയല്ലേ, ഷുഗർ കൺട്രോൾഡ് ആയിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതല്ല, ഷുഗർ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. മനസ്സിലാക്കേണ്ടത് അതാണ്. വർഷങ്ങൾ കഴിയും തോറും അതെന്ത് ചെയ്യും, പതുക്കെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ വീട്ടിലുണ്ട് ഒരാള് 15 വർഷമായിട്ട് കൺട്രോൾ എന്ന് പറഞ്ഞ് നടന്ന ആളാണ്. പക്ഷെ ഷുഗർ ഉണ്ട് എന്നുള്ളത് കൺട്രോൾ അല്ല വേണ്ടത്, ഷുഗർ റിവേഴ്സ് ആണ്. ഷുഗർ ഇല്ലാത്ത അവസ്ഥ, ഡയബറ്റിക് ഇല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സാധനം നമ്മൾ അറ്റാക്ക് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ BMR കൂട്ടുക, നമ്മുടെ ബോഡിയിലുള്ള ഇൻടേക്ക് കുറയ്ക്കുക. ടൈം ഒരുപാട് അധികരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് വലിയ സബ്ജക്റ്റുകളാണ്. ഞാനിപ്പോ പറഞ്ഞ ഒരു 5 കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ ദിവസം എന്ത് ചെയ്യുക, കാര്യം നോക്കുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് സംസാരിക്കാം. ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെല്ലാം. അതിന് നിങ്ങളുടെ മൈൻഡ് സെറ്റും ആണ് ആദ്യം വേണ്ടത്. അത് ചെയ്യാം. ഓക്കെ ഓക്കെ സർ, താങ്ക് യു ആസിഫ് സർ. ദെൻ നമുക്ക് റസാഖ് സർ ഓൾറെഡി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടൈം നോക്കി ഹാൻഡ് റൈസ് സംസാരിച്ചോളൂ. ഓക്കെ. താങ്ക് യു. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മളെ ടൈം 6:30 10 മിനിറ്റ് ഇപ്പൊ തന്നെ ഓവർ ആയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് കുഴക്കണില്ല. എന്തായാലും രാവിലെ തന്നെ ക്ലാസ്സിൽ വന്നപ്പോ ഒരു നാഡീശുദ്ധി പ്രാണായാമയുടെ ഒരു ഭാഗം ക്ലാസ് എടുത്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇട പിംഗല അല്ലെങ്കിൽ സൂര്യനാഡി, ചന്ദ്രനാഡി എന്ന നാഡീശുദ്ധി പ്രാണായാമയുടെ, അതാണ് ശരിക്ക് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ആദ്യം ചെയ്യേണ്ടതും. അത് ശരിയാണ്. അതിൽ നിന്ന് തുടങ്ങി ഭക്ഷണത്തിലൂടെ, വെള്ളത്തിലൂടെ പോയി കുറെ കാര്യങ്ങൾ സംസാരിച്ചു. വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു. ഇതാണ് നമ്മളെ പുതിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയി പഠിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള എന്റെ എനർജി. അതാണ് കേട്ടോ. താങ്ക് യു ആസിഫ് സർ. ഇതേപോലെ ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളും എടുക്കാൻ സാധിക്കട്ടെ, ഒരുപാട് അറിവുകൾ നേടാൻ പറ്റട്ടെ. എനിവേ താങ്ക് യു സോ മച്ച് ടു ആൾ. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. മഴയുടെയും ഹെൽത്തിന്റെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ആൾ. നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. Thank you, sir. Thank you.
Thank you, Asif sir. Thank you all. Thank you all. Thank you.